എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ ചോദിച്ചോ. ഇവിടെ നോക്ക് സൂര്യചന്ദ്ര റാവു, ഞാനൊരു നല്ല മനുഷ്യനിലെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെന്തിനാ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചത്? എന്റെ ഭഗവാനെ, ഞാൻ എപ്പോഴാടാ നിന്നെ കൊണ്ട് കെട്ടിച്ചത്? ജനങ്ങൾ മുഴുവൻ നോക്കി നിൽക്കുക, നീയല്ലടാ എന്റെ മോളെ ബലമായിട്ട് താലി കെട്ടിയത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച സംഭവം നടക്കാനുള്ള യഥാർത്ഥ കാരണം നാട്ടുകാർ വന്നത് എന്താ കാരണം എന്നല്ലേ? നിന്നെ നന്നായിട്ട് പൊരിച്ചടുക്കി എടുക്കാൻ ഞാൻ തന്നെയാ നിന്നെ അന്ന് അങ്ങോട്ട് വരുത്തിയത്. അയ്യോ സാറേ, എന്റെ പേര് കണ്ടതൊന്നും പിടിച്ച് എഴുതി വെക്കല്ലേ. ഒരു നാടെന്ന് വെച്ചാൽ അടിയും പിടിയും അതൊക്കെ ഉണ്ടാവുന്നത് സാധാരണയല്ലേ. അതുകൊണ്ട് എനിക്കും അവനും ചെറിയ പകയുണ്ട്. അത് വലിയ തെറ്റാണോ? താങ്ക്സ് സൂര്യചന്ദ്ര റാവു. തനിക്ക് എൻ്റെ അടുത്ത് പകയുണ്ടെന്ന് എന്തായാലും ഈ കോടതിയിൽ തന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നല്ലോ. ഇനി നിങ്ങൾക്ക് പോവാം. നിങ്ങളെ വിളിക്കാതെ എന്തിനാ കൂട്ടിൽ കയറി നിൽക്കുന്നത്? കുറ്റവാളിയായ രണ്ടാമത്തെ സാക്ഷി നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ? സോറി സാറേ. സർ, എനിക്ക് ഇദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ദയവായിട്ട് അനുമതി തരണം. യെസ്, പ്രൊസീഡ്. ഞാൻ പുലിരാജു എന്ന് പറഞ്ഞ ഗുണ്ടയെ സൂര്യചന്ദ്ര റാവുവിന്റെ വീട്ടിൽ കൊണ്ടിടുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? യെസ്. അതിനെന്താ? ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട സമയത്ത് നിങ്ങൾ എന്തിനാ റാവുവിന്റെ വീട്ടിൽ പോയത്? ഞാൻ നിയമം സംരക്ഷിക്കുന്ന പോലീസുകാരനാണ്. ഏത് സമയത്ത് എവിടെ ഉണ്ടാകുന്ന ഒന്നും പറയാൻ പറ്റില്ല. 1008 പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാ. 1009ാമത്തെ പ്രശ്നമായിട്ട് കണ്ട് എന്നെ എന്തുകൊണ്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യായിരുന്നു? അപ്പൊ നീ അവിടുന്ന് ഓടിപ്പോയില്ലേ? ഓടിപ്പോവാൻ മാത്രം ഞാൻ അത്ര ഭീരുവൊന്നുമല്ല ഇൻസ്പെക്ടർ. പുലിരാജ് ജീവനോടുണ്ടായിരുന്നോണ്ടാ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കായിരുന്നു. ഞാൻ പോന്നതിന് ശേഷം നിങ്ങളും സൂര്യചന്ദ്ര റാവും കൂടെ ചേർന്നല്ലേ അയാളെ കൊന്നു കളഞ്ഞത്? അങ്ങനെയൊന്നുമല്ല. ഞാൻ സത്യം പറയുന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല തന്നെ കൂട്ടിക്കെട്ടി നിർത്തിയത്. താൻ പറയുന്നതൊക്കെ കോടതി വിശ്വസിക്കുമെന്ന് പോലും എനിക്കറിയില്ല. തന്റെ വാക്കിനും തന്റെ പ്രവൃത്തിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഈ കോടതി മനസ്സിലാക്കിയാൽ തന്നെ അത് ധാരാളമാണ്. ഇനി തനിക്ക് പോവാം. മിസ്റ്റർ ഗോപി, നിനക്കും ആ സൂര്യചന്ദ്ര റാവുവിനും ഇടയിൽ വൈരാഗ്യമുണ്ടെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് മാത്രം അവനൊരിക്കലും കുറ്റവാളിയാകാൻ പോകുന്നില്ല. എന്തെങ്കിലും നടന്നാൽ അതിന് സാക്ഷി ഉണ്ടാവണം. ഞാൻ കൊല ചെയ്തത് കണ്ട ഞാനാണ് കൊലയാളി ഉറപ്പിച്ച് പറയാനുള്ള സാക്ഷി ആരാ ഉള്ളത്? പുലിരാജുവിന്റെ ബോഡി കൊണ്ടുപോകുന്നത് നാട്ടുകാർ മുഴുവൻ നാട്ടുകാർ കണ്ടത് പുലിരാജുവിന്റെ ബോഡിയല്ല, ജീവനോടെയുള്ള പുലിരാജുവിനാണ്. നീ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പുലിരാജുവിന് ജീവനുണ്ടായിരുന്നെന്ന് സാക്ഷികൾ പറയണം. ആ പുലിരാജുവും ഞാനും അവിടെ കിടന്ന് അടിയുണ്ടാക്കിയെന്നുള്ളത് സത്യമാണ് യുവർ ഓണർ. ഞാൻ അവനെ തിരിച്ചു തല്ലി എന്നെ കൊല്ലാൻ അവനെ അയച്ച സൂര്യചന്ദ്ര റാവുവിന്റെ വീട്ടിൽ കൊണ്ടിട്ടു എന്നുള്ളത് സത്യമാണ് യുവർ ഓണർ. അത് മാത്രമാണ് സത്യം. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുലിരാജ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന SI സൂര്യചന്ദ്ര റാവു അയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ അവിടെ ഇരുന്ന ജഗ് എടുത്ത് അയാൾക്ക് അല്പം വെള്ളം പോലും കൊടുത്ത് അയാളത് കുടിക്കുകയും ചെയ്തു. സത്യത്തിൽ അയാൾ കഴുത്തും ഞെരിഞ്ഞാണ് കൊല്ലപ്പെട്ടതെങ്കിൽ എങ്ങനെ അയാൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുക? വെള്ളം എങ്ങനെ അകത്തേക്ക് ഇറങ്ങും? എന്ന് വെച്ചാൽ ആ കുറ്റം എന്റെ മേത്ത് ചുമത്താൻ വേണ്ടി സൂര്യചന്ദ്ര റാവും SIയും കൂടി അയാളുടെ കഴുത്തിൽ കാല് വെച്ച് അമർത്തി കൊല്ലുകയായിരുന്നു യുവർ ഓണർ. നീ പുലിരാജന് വെള്ളം കൊടുത്തതിന് ആരാണ് സാക്ഷി? നീ പറഞ്ഞതിന് ഏതെങ്കിലും സാക്ഷിയുണ്ടോ? പറയേ. ആ സംഭവം നേരിൽ കണ്ട സാക്ഷി ഇപ്പോൾ ഈ കോടതിയിലില്ല. ദയവ് ഇത് എനിക്ക് 2 ദിവസം സമയം വേണം. ഈ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് സാക്ഷിയെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പുലിരാജുവിനെ ഞാൻ തന്നെ കൊന്നതായിട്ട് കണക്കാക്കി ഈ കോടതി എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാൻ റെഡിയാണ്. ഇത് നേരിൽ കണ്ട സാക്ഷി വേറെ ആരുമല്ല, എന്റെ മുത്തശ്ശി തന്നെ. എങ്ങനെയല്ല അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടു. ആരാ നീ? മനസ്സിലായില്ല. ഗോപിയുടെ ഭാര്യ. നീ വീട്ടിലോട്ട് തിരിച്ചു വരണമെങ്കിൽ നിന്റെ കഴുത്തിലുള്ള ആ താലി അറുത്ത് മാറ്റിയിട്ട് മാത്രം വന്നാ മതി. ഈ വീട്ടിൽ ഒരുപാട് താലി അറുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് എന്റെ ജീവിതത്തിലും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സുമംഗലി പൂജയ്ക്ക് മുത്തശ്ശിയെ വിളിക്കാൻ വന്നതാ. സുമംഗലി പൂജയ്ക്ക്? നിന്റെ വ്രതത്തിന് വരാൻ ഈ വീട്ടിൽ സുമംഗലിയായിട്ട് ആരുമില്ല. സുമംഗലിയാവാൻ മഞ്ഞളും കുങ്കുമവും ഇല്ലെങ്കിലും മനസ്സും മര്യാദയും സ്നേഹവും ഉള്ള ഒരു പുണ്യവതി ഇവിടെയുണ്ട്. അവർ സുമംഗലിയെ പോലെ തന്നെയാ. മുത്തശ്ശി, ഇന്ന് വൈകുന്നേരം സുമംഗലി പൂജയുണ്ട്. മുത്തശ്ശി തീർച്ചയായും വരണം. അമ്മ ഈ പൂജയ്ക്ക് പോകാൻ പാടില്ല. പോയാലുണ്ടല്ലോ മോള് മരിച്ചതുപോലെ എന്റെ അമ്മയും മരിച്ചതായിട്ട് ഞാനങ്ങ് കരുതും കേട്ടോ.
മുത്തശ്ശി. സുമംഗലി പൂജയ്ക്ക് നാട്ടിലാരെയും വിളിച്ചില്ലേ? മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടിയ മുക്കോടി ദൈവങ്ങളും ആശീർവദിച്ച പോലെ മുത്തശ്ശിയെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ഇതുവരെ കണ്ണിപ്പെടാത്ത ദേവി ഈ രാധയ്ക്ക് അനുഗ്രഹം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങൾ ഇത്രയും കാലം എടുത്തു നടന്ന നിങ്ങളുടെ ഈ കൊച്ചുമോൾക്ക് നിങ്ങൾ അനുഗ്രഹം കൊടുത്താൽ മതി കേട്ടോ. അമ്മയുടെ ഇന്ന് ആശീർവാദം മേടിച്ചോളൂ മോളെ. ദീർഘ സുമംഗലിയാവാൻ എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണം. എന്താ അമ്മേ അനുഗ്രഹിക്കാതെ മാറി നിൽക്കുന്നത്? നിങ്ങളുടെ കൊച്ചുമോൾ എപ്പോഴും സുമംഗലിയായി ഇരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അമ്മേ? എന്റെ മനസ്സിന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാ എന്റെ അനുഗ്രഹത്തിന് അതിനുള്ള ശക്തിയില്ല. മുത്തശ്ശി, എന്താ ഇല്ലാത്ത? എന്റെ ഗോപി ദേഷ്യത്തിൽ കെട്ടിയ താലിയായതുകൊണ്ട് ഈ രാധ അത് പൊട്ടിച്ചു കളയാൻ നോക്കിയപ്പോ നിങ്ങൾ തടഞ്ഞു നിർത്തിയില്ലേ? പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തി പിരിഞ്ഞുപോയ വീട്ടുകാരെ വീണ്ടും ഒന്നിപ്പിക്കാൻ നിങ്ങളുടെ പേരക്കിടാവിന് ആ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് അയച്ചില്ലേ? അത്രയും നല്ല കാര്യം ചെയ്ത നിങ്ങൾ നിലനിർത്തിയ താലി നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. അച്ഛനും അമ്മയും ഇല്ലാത്ത ഗോപിയെ നിങ്ങൾ അനാഥനായിട്ട് ജീവിക്കാൻ വിട്ട പോലെ ആ കർണം പണ്ട് അനുഭവിച്ചതുപോലുള്ള വേദന നമ്മുടെ ഗോപിയും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ. നിങ്ങളുടെ മകൻ നിങ്ങളുടെ മാമനെ ക്രൂരമായി കൊന്നതാണെന്നറിയാം. അത് ഗോപിക്ക് വന്നു ചേരേണ്ട സ്വത്താണെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്കിത് ആരോടും പുറത്തു പറയാൻ പറ്റില്ല. ഗോപി പേടിച്ച് അന്ന് എൻ്റെ അടുത്താണ് വന്നു ചേർന്നത്. അവൻ എൻ്റെ അടുത്താണ് വളർന്നത്. അവൻ്റെ ജീവിതത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ചെയിൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് പണയം വെച്ചത്. എന്നാലും അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അവന് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവനെ ഞാൻ ദൈവം തന്ന കുഞ്ഞായിട്ടാണ് വളർത്തിയത്. അവനെ വളർത്തി വലുതാക്കിയതിന് ഞങ്ങൾ 3 പേർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സന്തോഷത്തിൽ ഞങ്ങൾ കല്യാണം കഴിക്കണമെന്ന കാര്യം ഞങ്ങളും മറന്നുപോയി. അതെല്ലാം മറന്ന് ഇത്രയും വർഷം ഞങ്ങൾ ജീവിച്ചു. ഇനി ഒരു സത്യം കൂടി നിങ്ങൾ അറിയാനുണ്ടല്ലോ. ചെറുപ്രായത്തിൽ തന്നെ ഗോപിക്ക് അവൻ ആരാ, എന്തൊക്കെയാ കഷ്ടപ്പാട് അവൻ അനുഭവിച്ചതെന്നും അവനായിട്ട് അനുഭവിക്കേണ്ട സ്വത്ത് ആരാ ഇപ്പൊ അനുഭവിക്കുന്നതെന്നും എല്ലാം അവൻ അറിയാമേ. പക്ഷെ അവൻ ഒരിക്കലും അതിന് ആശപ്പെട്ടിട്ടുമില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അമ്മേ. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യന് ശിക്ഷ കിട്ടുക എന്ന് വെച്ചാ നിങ്ങളുടെ കൊച്ചുമോള് വിധവയായി പോവില്ലേ? അങ്ങനെയുള്ള ഈ മോളുടെ ജീവിതം എങ്ങനെയാ നശിപ്പിക്കേണ്ടതെന്ന് ഒരിക്കലും കല്യാണം പോലും കഴിക്കാത്ത ഈ ആണുങ്ങൾക്ക് എങ്ങനെ അറിയാനാ അമ്മേ? അതുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് നടത്തിയിട്ട് പോണോ അമ്മേ? ഇന്ന് നിങ്ങളുടെ മുമ്പിലെല്ലാം നിന്ന് പറയുന്ന ഈ കാര്യം നാളെ കോടതിയുടെ മുമ്പാകെ പറയുമ്പോൾ അതായിരിക്കും ഈ താലിയെ നിലനിർത്തുന്ന സത്യം. കണ്ടിക്കറ് കേരടാ. എന്താലോചിച്ചടാ വളഞ്ഞു നിൽക്കുന്നേ? മര്യാദയ്ക്ക് നേരെ ഇരിടാ. For more updates, like,
comment, subscribe to our channel.